നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രമുഖ നടനായ സൈജു കുറുപ്പിനെ കണ്ടു. ഹരിവരാസനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അതിൻ്റെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ലളിതമായ ഒരു ശൈലി. ഇത് പറയാൻ കാരണം ആമുഖമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, 10-30 വർഷമായി മലയാള സിനിമയിൽ ഒട്ടുമിക്ക താരങ്ങളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ അഭിമുഖങ്ങൾ തയ്യാറാക്കുകയും അവരുടെ ലൊക്കേഷനുകളിൽ പോവുകയൊക്കെ ചെയ്ത ഒരു പരിചയമുണ്ട്. വെള്ളി നക്ഷത്രം എന്ന സിനിമ വീക്കിലിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പരിചയം എനിക്കുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ആദ്യ സിനിമ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമ, ഇതുപോലെ നിരവധി നടന്മാരുടെ ആദ്യ ചിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും കാണുവാനും അവരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൈജു കുറുപ്പ് 2005 മയൂഖം എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരുടെ നിരയിൽ വരുന്ന ഹരിഹരൻ്റെ ഒരു കണ്ടെത്തലാണ്. ഹരിഹരൻ്റെ ആ സിനിമയിൽ മമതാ മോഹൻദാസിനോടൊപ്പം ഒരു പുതിയ നടൻ. അപ്പോൾ അന്ന് എന്തോ ആ സിനിമയുടെ ചിത്രീകരണം കാണുവാനോ അങ്ങനെ അവിടെ പോകാനോ ഒന്നുമുള്ള ഒരു അവസരം എനിക്കുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തെ പല സാഹചര്യങ്ങളിൽ കാണുകയും അങ്ങനെ അടുത്ത് പരിചയപ്പെടാനും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ തുടങ്ങി 20 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരത്തിലാണ് ഹരിവരാസനത്തിൻ്റെ ലൊക്കേഷനിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, വളരെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല, അന്ന് അങ്ങനെ അദ്ദേഹം നിങ്ങളുടെ ലൊക്കേഷനിൽ വരാനും ഒന്നും ഉള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അന്നിങ്ങനെ 2 കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ മലയാള സിനിമയിലേക്ക് വരുന്നത് നമ്മളൊക്കെ നോക്കിക്കണ്ടു, മയൂഖം. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ സിനിമയിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനൊന്നും അല്ല, അങ്ങനെ സിനിമാ അഭിനയമോ അല്ലെങ്കിൽ നടനാകണമോ എന്നുള്ള ചിന്തയുമില്ല. ഇദ്ദേഹം എയർടെലിൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേറ്റീവായിട്ട് MG ശ്രീകുമാറിൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ അദ്ദേഹത്തിന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് അതിനെ ഇതാക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് MG ശ്രീകുമാർ കാണുകയും MG ശ്രീകുമാർ ഉടൻ തന്നെ ഫോണെടുത്ത് ഹരിഹരൻ സാറിനെ വിളിക്കുകയും, നിങ്ങൾ അന്വേഷിച്ച തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിലുണ്ട് എന്ന് പറയും. അങ്ങനെയാണ് സിനിമയിൽ ഈ ഭാഗ്യം, സിനിമയുടെ ഭാഗ്യം കൊണ്ടുവരുന്നതിൻ്റെ ഓരോ വഴികളാണ്. സിനിമയുടെ വാതിലുകളിൽ മുട്ടി കാലങ്ങളോളം കാത്തിരിക്കുന്നവരെത്ര, സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന. അപ്പോൾ സൈജു കുറുപ്പിന് അങ്ങനെയാണ് അവസരം വന്നത്. അങ്ങനെ അദ്ദേഹം മദ്രാസിലേക്ക് പോവുകയും ഹരിഹരനെ കാണുകയും ആ ചിത്രത്തിൽ നായകനാവുകയും ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കും അദ്ദേഹം എന്നോട് പങ്കുവച്ചത്. പക്ഷേ വേറൊന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക. 20 വർഷമായി ഈ ഹരിഹരൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് നടീനടന്മാരുണ്ട്, താരങ്ങളുണ്ട്, നായികമാരുണ്ട്. അവരൊക്കെ വലിയ വലിയ നിലയിലേക്ക് പോയിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. പക്ഷേ സൈജു കുറുപ്പിന് എന്തോ ആ നിലയിലേക്ക് വളരാൻ പറ്റിയോ എന്നുള്ളൊരു ആശങ്കയും ഒരു വിഷമവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം മയൂഖത്തിൽ അഭിനയിച്ച മമതാ മോഹൻദാസ് സൗത്ത് ഇന്ത്യയിലെ വലിയ അറിയപ്പെടുന്നൊരു നടിയായി മാറി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അദ്ദേഹം നായക നിരയിൽ നിന്ന് ഇറങ്ങി ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുകയും ഹ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുകയും, എന്നാൽ നിരവധി നായക കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും അദ്ദേഹത്തിനൊരു ചരിത്ര വിജയം നേടി നിലയുറപ്പിക്കാൻ ഒരു അവസരം വന്നത് ഈ 2025 മോഹിനിയാട്ടം. 2025-2026 ഇപ്പോൾ ഇറങ്ങിയ ആ ചിത്രം മോഹിനിയാട്ടം ശ്രേണിയിൽ, ഭരതനാട്യം ശ്രേണിയിൽ 2ാമത്തെ ചിത്രം മോഹിനിയാട്ടം. അപ്പോൾ അത് ഒരു ബ്ലോക്ക് ബസ്റ്റർ, ഒരു വൻ വിജയം കൊണ്ടുവന്നു. നായക നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയും പക്വതയും എല്ലാം നിറഞ്ഞ ഒരു വിജയം. അതിന് ഇരട്ടി മധുരമുണ്ട്. കാരണം അതിൻ്റെ നിർമ്മാണം കൂടി ഇദ്ദേഹമാണ്. അങ്ങനെ നിർമ്മാണവും അഭിനയവും ഒത്തുചേർന്ന് ഒരു പ്രൊഡക്ഷൻ്റെ വൻ വിജയം ഈ നടന് മലയാള സിനിമാ വ്യവസായത്തിൽ ഒരു ഇരിപ്പിടം നൽകി, ഒരു ഉറപ്പുള്ള കസേര നൽകി. കാരണം ഇന്ന് നമ്മളുടെ യുവനായക നിര നടന്മാരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കയറ്റിറക്കങ്ങൾ, ഇപ്പോൾ പൃഥ്വിരാജ്, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, അങ്ങനെ അങ്ങനെ ഒരു 5-6 അല്ലെങ്കിൽ 10ഓളം നായക നിരയിൽ യുവ നടന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കയറ്റിറക്കങ്ങൾ, പോക്ക്, അവരുടെ മറ്റ് ഹിന്ദി സിനിമകളിലേക്ക് പോകുന്നു, തമിഴ് സിനിമകളിലേക്ക് പോകുന്നു, സിനിമകളുടെ തെരഞ്ഞെടുപ്പ്. പക്ഷേ സൈജു കുറുപ്പ് ഇവിടെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട്
അദ്ദേഹത്തിന് ഈ ഒരു വിജയം വന്നപ്പോൾ അദ്ദേഹം ഇവിടെ നിലയുറപ്പിച്ച് ഇവിടെ സിനിമകൾ ചെയ്യുകയാണ്. അപ്പം ഞാനിത് പറയാൻ കാര്യം, ഹരിവരാസനം എന്ന ഒരു സിനിമയാണ് അദ്ദേഹം ഈ മോഹിനിയാട്ടത്തിൻ്റെ വിജയത്തിന് ശേഷം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിത്രം. അതിൽ നായക വേഷത്തിൽ പുള്ളി അഭിനയിക്കുകയാണ്. ഒരുപാട് സാധ്യതകളുള്ള ഒരു ഫാൻറ്റസിയും മിത്തും അതുപോലെ യാഥാർത്ഥ്യത്തിൻ്റെ തലങ്ങളും ഒക്കെയുള്ള മാളികപ്പുറം എന്നൊക്കെയുള്ള സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു പ്രത്യേകതരം സിനിമയാണ്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ആ കഥ തിരഞ്ഞെടുക്കുന്നതും നായക കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നതൊക്കെ വളരെ സൂക്ഷ്മമായി ആലോചിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹരിവരാസനത്തിൻ്റെ ചിത്രീകരണത്തിനിടയിലാണ് ഇദ്ദേഹത്തെ കണ്ട്. ഇദ്ദേഹം അങ്ങനെ ഈ കാരവനിൽ പോയിരിക്കുകയോ ആളുകളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്നതിലൊരു നിയന്ത്രണമോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരുമായിട്ടും നല്ല വളരെ ലാളിത്യത്തോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു നായക നടനെ കണ്ടപ്പോൾ നമുക്കൊരു ഒരു സന്തോഷം. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇദ്ദേഹം ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഈ കഥ പറച്ചിലുകാരുടെ തള്ളിക്കയറ്റമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു സിനിമയ്ക്ക് ബ്രേക്ക് കൊടുത്തിട്ട് അദ്ദേഹം 15-16 കഥകളാണ് ആ ദിവസം കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നായക നിരയിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആകർഷണ വലയം ഈ നടന് ഉണ്ടായത്? അതായത് കഴിഞ്ഞ 20 വർഷമായി നായകനായും ഉപനായകനായും ഹ്യൂമറസ് ക്യാരക്ടറായും ഒക്കെ ചെയ്ത് വ്യവസായത്തിൽ നിലയുറപ്പിച്ചു എന്ന പ്രത്യേകതയാണ്. അതിൻ്റെ വരുംവരാഴികളെക്കുറിച്ച് പഠിച്ചു, അതിൻ്റെ കയറ്റിറക്കങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നായക നിരയിലേക്ക് വന്നു നിൽക്കുമ്പോൾ പോലും ചെറിയ റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പതിവിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായ സമീപനം സിനിമയോട് കാണിക്കുന്ന ഈ നടൻ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹം ഇനി നിരവധി, ഇപ്പോൾ അദ്ദേഹം ഈ മോഹിനിയാട്ടം എന്ന സിനിമയ്ക്ക് ശേഷം അതിൻ്റെ ആ ഒരു 3-ാം ഭാഗത്തിൽ രാസലീല എന്നുള്ള ആണ് ആ സിനിമയുടെ പേര്. ആ രാസലീല എന്നാണ്, അത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിൽ തന്നെ ഉള്ള സിനിമയാണ്. രാസലീല എന്ന് പറയുമ്പോൾ പണ്ട് എൻ ശങ്കരൻ നായരുടെ ഒരു രാസലീല വന്നിട്ടുണ്ട്. മനോഹരമായ സലിൽ ചൗധരിയുടെയും മറ്റുമൊക്കെ മനോഹരമായ പാട്ടുകളും ഒക്കെയുള്ള രാസലീല ഒരു കാലഘട്ടത്തിൽ ഒരു ഹരമായിരുന്ന സിനിമയായിരുന്നു. പക്ഷേ ഇത് വേറൊരു ശ്രേണിയിൽ വരുന്ന ഒരു ചിത്രമാണ് രാസലീല. സാധാരണ ആളുകൾ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ഭരതനാട്യം മോഹിനിയാട്ടം പിന്നെ കുച്ചിപ്പുടിയാണോ? പക്ഷെ അങ്ങനെയല്ല, അത് രാസലീല, അഭിനയത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഹ്യൂമറസിനും ഒക്കെ പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിലെ അതിൻ്റെ തട്ടകത്തിൽ ഉറച്ചു നിൽക്കുന്ന ഈ താരത്തെ നമുക്ക് സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു.